ഗൈസ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ടി വിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ടി വിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഓക്കെ? അപ്പോൾ ഇത് നമ്മുടെ എൽ ജിയുടെ 43 ഇഞ്ച് അൾട്രാ എച്ച് ഡി, അതായത് UHD ടി വി ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 43 UM77 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ പറ്റി തന്നെ പറയാം. നിങ്ങളിത് ഇവിടെ കണ്ടോ? ഇതിൻ്റെ ബെസൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് എൻ്റെ വിരലിനേക്കാളും ചെറുതാണ് ഇതിൻ്റെ ബെസൽസ് വരുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്തേക്കുന്നത് മെറ്റൽ കൊണ്ടാണ്, പിന്നെ അടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വിങ്സ് മാതിരിയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. അപ്പോൾ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ടിനെ മുമ്പോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വിങ്സ് മാതിരിയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഈ ഒരു പ്രൈസിൽ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ടി വി ആണ് ഈ ടി വി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം നിങ്ങൾ ഓഫ്ലൈനിലാണോ ഓൺലൈനിലാണോ വാങ്ങിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് വേരി ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, ആമസോണിൻ്റെ ലിങ്ക്, ഓക്കെ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ റിമോട്ടിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഈ ഒരു റിമോട്ടിനെ LG വിളിക്കുന്നത് മാജിക് റിമോട്ട് എന്നാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, നമ്മൾ ഈ റിമോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടി വിയിലുള്ള പോയിന്ററും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മെനൂസൊക്കെ അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. മാത്രമല്ല കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ടി വിയിൽ നമ്മൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാജിക് കീബോർഡ് വളരെയധികം ഉപയോഗപ്രദമാകും. പിന്നെ ഈ റിമോട്ടിൽ നെറ്റ്ഫ്ലിക്സിനും ആമസോണിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വോയിസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. ആമസോൺ അലക്സയും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ട്രിഗർ ചെയ്യാൻ സാധിക്കും. ഞെക്കി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വോയിസ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, ഓക്കെ? പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഇത് മാജിക് കീബോർഡാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബാറ്ററി ഉണ്ട്. ആ ഒരു ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഈ റിമോട്ടിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ഓക്കെ? അപ്പോൾ ഇതിൻ്റെ സ്പീക്കറിനെ പറ്റി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു സംഭവം മുമ്പോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു വിങ്ങാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 35 വാട്ട്സിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്പീക്കറാണുള്ളത്. മാത്രമല്ല ബാക്കിൽ നിങ്ങൾക്ക് 15 വാട്ട്സിൻ്റെ ഒരു വൂഫറും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ യൂട്യൂബിൽ, ബൈ ദ വേ, ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്ത സമയത്ത് യൂട്യൂബ് ഇല്ലായിരുന്നു. യൂട്യൂബ് നമ്മൾ LGയുടെ തന്നെ ഇവിടെ LG കണ്ടൻറ് സ്റ്റോർ എന്ന് പറഞ്ഞുള്ളൊരു സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിൽ പോയിട്ടാണ് നമ്മൾ യൂട്യൂബൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് LGയുടെ വെബ് വോയിസ് ആണ്. വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു വോയിസ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ. ഞാൻ ഏതായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊരു പാട്ട് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഭയങ്കര ലൗഡാണ്. ഞാനിപ്പോൾ 38 എന്നിട്ട് ഭയങ്കര ലൗഡാണ്. അതുകൊണ്ടാണ് അധികം സൗണ്ട് കൂട്ടാത്തത്, അതുകൊണ്ടാണ്, ഓക്കെ? ഭയങ്കര ലൗഡാണ്. ഞാൻ 38ലാണ് ഞാൻ ഓഡിയോ ഇട്ടത്. അപ്പോൾ തന്നെ ഭയങ്കര ലൗഡാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം സൗണ്ട് കൂട്ടാതിരുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല, അപാരമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 43 ഇഞ്ചിലും 65 ഇഞ്ചിലാണ് ഇൻബിൽഡ് വൂഫറൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആ ഒരു ടി വി ആണ്, ഇൻബിൽഡ് വൂഫറൊക്കെ വരുന്ന ഒരു ടി വി ആണ്. വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു ടി വി ആണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് 4K വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഈ ടി വിയിൽ 4K വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെയുള്ള എന്താ പറയുക, ഈ ജീവിയുടെ താഴെയൊക്കെയുള്ള വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ക്വാളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഷാർപ്പായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു 4K പാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 4K എന്ന് വെച്ചാൽ ഒരു കിടിലാണ്. നിങ്ങളിതിവിടെ ഈ ജീവിയുടെ കണ്ണൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, മനസ്സിലാവും. ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇതൊരു 4K പാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു IPS പാനലാണ്. മാത്രമല്ല ഇതിൽ ഒരു വിഷ്വൽ എൻഹാൻസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇതിലൊരു വീഡിയോ കാണുന്ന സമയത്ത് അതിലുള്ള വിഷ്വലിൻ്റെ കളേഴ്സൊക്കെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് കോഡ് കോർ പ്രോസസ്സറാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കോഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കോട്ടേക്ക് പോവാം.
പിന്നെ നിങ്ങളിതിൽ 1080p വിഷ്വൽ നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി 4K അപ്സ്കെയിൽ ചെയ്യുന്ന ഒരു ടെക്നോളജിയും കൂടി ഈ ഒരു ടി വിയിലുണ്ട്. കുറച്ച് പിക്ചർ മോഡ്സും സൗണ്ട് മോഡ്സും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൗണ്ടിൻ്റെയും പിക്ചറിൻ്റെയും മോഡ്സ് കുറച്ചുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിക്ചർ മോഡിൽ നിങ്ങൾക്ക് ഇവിടെ വിവിഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്, APS ഉണ്ട്, സിനിമ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഗെയിം ഉണ്ട്, എക്സ്പേർട്ട് ബ്രൈറ്റ് റൂം ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പേർട്ട് ഡാർക്ക് റൂം ഉണ്ട്. അതാണ് ഇതിൻ്റെ പിക്ചറിൽ ഇതിൽ വന്നേക്കുന്ന മോഡ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വിവിഡിലാണ് ഉള്ളത്, കാരണം വിവിഡിൽ കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സൗണ്ട് മോഡ് ഉണ്ട്. സൗണ്ടിൻ്റെ ഏതൊക്കെ മോഡാണ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ സൗണ്ടിൽ സ്റ്റാൻഡേർഡ് മോഡ് ഉണ്ട്, സിനിമ ഉണ്ട്, ക്ലിയർ വോയിസ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അതേപോലെ തന്നെ ഗെയിം ഉണ്ട്. സ്റ്റാൻഡേർഡ് മോഡിൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ വെർച്വൽ എക്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇമേഴ്സീവ് ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പോർട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പോർട്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 2 HDMI ഇന്നും അതേപോലെ തന്നെ ഒരു USB ഇന്നും, ഇവിടെ ഒരു HDMI ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു USB ഉണ്ട്. പിന്നെ ഇത് LAN ആണ്. ഇപ്പുറത്ത് ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇത് ഓഡിയോയുടെയും വീഡിയോയുടെ ഔട്ടാണ്. അതൊക്കെയാണ് ഈ ഒരു ടിവിയുടെ പോർട്സ് ആയിട്ട് വരുന്നത്. പിന്നെ വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് ആണ്. നമ്മൾ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് സെയിം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് വരും. അപ്പോൾ വ്യൂയിങ് ആംഗിൾസും കിട്ടലാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത കാണുന്ന ഒരു ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.